ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കാറ്ററിംഗ് വീഡിയോ ആണ്. കാറ്ററിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടെയാണ് ഇത്. ഒരു 30 ആൾക്കുള്ള ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം കൂടെ തിരക്കായപ്പോൾ ശരിക്കും വീഡിയോ ഒന്നും ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പട്ടാണി കുറുമ കൊടുക്കാനുണ്ടായിരുന്നു, പത്തിരി കൊടുക്കാനുണ്ടായിരുന്നു, പിന്നെ അതിലേക്ക് ചോറ്, സാമ്പാർ, പിന്നെ ചിക്കൻ കറി, ഉപ്പേരി, പപ്പടം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു തിരക്കായിപ്പോയി. അപ്പോൾ പിന്നെ രാവിലെ 10-11 മണിയാകുമ്പോഴേക്കും അവർ സാധനം കൊണ്ടുപോകാൻ വരും ചെയ്യും. അപ്പോൾ എല്ലാ തിരക്കും കൂടിയാണ് ഈ കാണുന്നത്. കുറുമ, പട്ടാണി കുറുമയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പട്ടാണി കുറുമയിലേക്ക് കുറച്ച് ക്യാരറ്റും കിഴങ്ങും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് അത് വേഗം അടുപ്പത്ത് വയ്ക്കുകയാണ്. അത് കുക്കറിലാക്കിയാണ്ട് ഒരു 3-4 വിസിലാക്കിയാൽ അത് പെട്ടെന്നാവും. പിന്നെ അതിനിടയിൽ മക്കളെ കാര്യങ്ങളും ഒക്കെ രാവിലത്തെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതും വേണമല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം, പിന്നെ ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ തന്നെയാണ്, ഒരു 4 മണി സമയമാണ്. അപ്പോൾ എല്ലാം കൂടെ വേഗം മുറിച്ച് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു കാറ്ററിങ് ചെറുതായിട്ടൊന്ന് വീട്ടിൽ തുടങ്ങിയാൽ വീട്ടിൽ പുറത്ത് ഒന്നിനും പോകാതെ നിൽക്കുന്ന അമ്മമാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഒരു ചെറിയ വരുമാന മാർഗ്ഗമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാശൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ വലിയ മോശമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അതിനുള്ള അതിൽ നിന്ന് വരുമാനം വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അത് തുടങ്ങാം. വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മളെ ആവശ്യങ്ങളൊക്കെ നടക്കാനുള്ള കാശ് നമ്മളെ കയ്യിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ. പിന്നെ കുറേ പത്തിരി ഉണ്ടാക്കാനുണ്ടായിരുന്നു. ആ പത്തിരിക്ക് ഞാൻ ആദ്യം കുഴച്ച് അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അത് പ്രസ്സിൽ പരത്തി എടുക്കണം. പ്രസ്സിൽ പരത്തി വെച്ചതിന് ശേഷം ഞാൻ കുറേശ്ശെയായിട്ട് പൊടി തട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തി വെച്ചത് പിന്നെ അപ്പാട് ചുട്ടെടുക്കാറില്ലേ, കുറച്ച് പൊടി തട്ടി അതിന് ശേഷം കുറച്ച് പൊടി തട്ടി വെച്ചതിന് ശേഷം ഒന്ന് പലകയിൽ വെച്ചൊന്ന് ചെറുതായിട്ട് പരത്തുകയും ചെയ്യും. അപ്പോൾ നല്ല നൈസ് പത്തിരി ആയിട്ടാണ് കിട്ടാറ്. എല്ലാം അത് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ പൊടി തട്ടി വെക്കുന്നതാണിത്. ചില ദിവസം ഫുഡ് കൊടുക്കാനുണ്ടാകുന്ന ദിവസം ഇതാണ്, നല്ല തിരക്കാണ് ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ പിന്നെ മക്കൾ ചായ ഇട്ട് അതും അതിൻ്റെ ഇടയിൽ കൂടെ വേഗം കൊടുത്തു. പത്തിരിയെല്ലാം ചുട്ടെടുക്കാൻ കുറേ ടൈം വേണം. രണ്ട് അടുപ്പിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. വേഗം ചുട്ടെടുക്കുകയാണ്. ഇതെല്ലാം ആയിട്ട് വേണം പിന്നെ ചോറ് വയ്ക്കാൻ. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പണിയുണ്ട്. ഇനി ചിക്കൻ്റെ പണിയുണ്ട്. ഉപ്പേരി വേണം, പപ്പടം വേണം, എല്ലാം കൂടെ ഉള്ള ഒരു തിരക്കാണ്. അങ്ങനെ നമ്മൾ പട്ടാണി കറി ആയിട്ടുണ്ട്.